ഇസ്രയേലിൻ്റെ മെട്രോപൊളിറ്റൻ സിറ്റിയായ ടെൽ അവീവിൽ ഞായറാഴ്ച വൈകിട്ട് ഒരു ഉഗ്രസ്ഫോടനം നടക്കുകയാണ്. പുറത്തു വന്ന വീഡിയോയുടെ ചെറിയൊരു ഭാഗം ദാ ഇങ്ങനെ. ഇസ്രയേൽ എല്ലാ കാലത്തും അഹങ്കരിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസരും തന്ത്രജ്ഞരും രഹസ്യാന്വേഷണ വിദഗ്ധരുമൊക്കെ തങ്ങളായിരുന്നു എന്നാണ്. ഇസ്രയേലിനകത്ത് ഒരു ഇല അനങ്ങിയാൽ തങ്ങളുടെ ചാരസംഘടനയായ മൊസാദ് അത് മണത്തറിയുമെന്ന് വീമ്പ് പറഞ്ഞിരുന്നവർക്കിടയിലേക്കാണ് ഒക്ടോബർ 7 ഹമാസിൻ്റെ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതിന് പ്രതികാരദാഹം തീർക്കാൻ ഗസയെ ചുട്ടരിച്ച് മുന്നേറുന്നതിനിടെ സ്വന്തം രാജ്യത്തെ സുരക്ഷ അരക്കിട്ടുറപ്പിച്ചാണ് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരുന്നത്. തങ്ങൾ രണ്ടും കൽപ്പിച്ചാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇറാനും ലബനനും യമനും എതിരായ നീക്കങ്ങൾക്ക് അവർ ആക്കം കൂട്ടിയത്. ഇതിനിടെ ഇറാനിൽ മാസങ്ങൾക്ക് മുൻപ് ഒരു ഉഗ്രസ്ഫോടനം നടത്തി 100ഓളം പേരെ ഇസ്രയേൽ കൊന്നൊടുക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ മൊസാദിൻ്റെ കൈകൾ തന്നെയാണ് എന്നാണ് ലോകവും ഇറാനും ഇപ്പോഴും വിശ്വസിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇറാൻ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും കാരണം വ്യക്തമല്ലാത്ത ഈ അപകടത്തിലും ഇസ്രയേലിനെ സംശയിക്കുന്നവർ ചുരുക്കം പേരാണെങ്കിലും നിലവിലുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ അതിഥിയായി വന്ന ഹമാസ് രാഷ്ട്രീയകാര്യ തലവനും നയതന്ത്രജ്ഞനുമായ ഇസ്മായിൽ ഹനിയയെ ഇറാനിലെ അതീവ സുരക്ഷാ ഏരിയയിൽ വെച്ച് കൊലപ്പെടുത്തിയതും ഇതേ ഇസ്രയേലാണ്. ഇവിടെയെല്ലാം ഇസ്രയേലിൻ്റെയും മൊസാദിൻ്റെയും കഴിവിനെയും വീര്യത്തെയും വീര്യം നിറഞ്ഞ ചെയ്തികളായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു പല ഇസ്രയേൽ അനുകൂലികളും. ഹനിയെ കൊന്നതോടെ യുദ്ധമുഖത്ത് ഏറെ പഴികേട്ടിരുന്ന നെതന്യാഹു പെട്ടെന്നൊരവസരത്തിൽ പോരാളിയും വീരാളിയുമൊക്കെയായി ഇസ്രയേലിനകത്ത് മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിൽ മതിമറന്ന് ഇസ്രയേലുകൾ ആടുന്നതിനിടെയാണ് ഞായറാഴ്ച ടെൽ അവീവിൽ ഉഗ്രസ്ഫോടനം നടക്കുന്നത്. പറഞ്ഞ പോലെ ഇലയനങ്ങിയാൽ മണത്തറിയുന്ന മൊസാദ് ഈ ആക്രമണം അറിഞ്ഞതുപോലുമില്ല. 2016 ശേഷം ഇതാദ്യമാണ് ഇസ്രയേലിൽ ഇതുപോലൊരു ചാവേർ ആക്രമണം നടക്കുന്നത്. അന്ന് ജെറുസലേമിൽ നടന്ന ആക്രമണത്തിൽ 21 ഇസ്രയേലികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൻ്റെ ബാഗിലുണ്ടായിരുന്ന 8 കിലോഗ്രാം സ്ഫോടക വസ്തു ആൾക്കൂട്ടം ഇല്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് ചാവേർ പൊട്ടിക്കുകയും സ്വയം മൃതിയടയുകയുമായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഇസ്രയേലിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹമാസ് ഇപ്പോൾ ഏറ്റെടുത്ത് രംഗത്ത് വരികയും ചെയ്തു. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്നായിരുന്നു ഹമാസിൻ്റെ പ്രതികരണം. തങ്ങളുടെ മണ്ണിലെന്ന പോലെ ഇസ്രയേലിൻ്റെ മണ്ണിലും തങ്ങൾക്ക് കയറി കളിക്കാൻ കഴിയും എന്നൊരു സന്ദേശം അതിനകത്ത് ഹമാസ് പറയാതെ പറയുന്നുണ്ട്. എന്നാൽ ആക്രമണം ഹമാസിനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നും ഹിസ്ബുള്ളയുടെയോ ഇറാൻ്റെയോ സഹായം ലഭിച്ചിരിക്കാം എന്നുമാണ് ഇസ്രയേൽ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടായിരിക്കും? വേണമെങ്കിൽ ആ ചാവേറിന് ആൾക്കൂട്ടം ഉള്ളിടത്ത് പോയി ചാവേറായി പൊട്ടിത്തെറിക്കാം. ചാവേർ പൊട്ടിത്തെറിച്ചത് നഗരത്തിൻ്റെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് വെച്ചാണ്. തൊട്ടടുത്തൊരു സിനഗോഗ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്കായി ധാരാളം ആളുകൾ ഒത്തുകൂടിയിട്ടുമുണ്ട്. എന്നാൽ ചാവേർ അവിടേക്ക് പോയി പൊട്ടിത്തെറിച്ചില്ല. പോലീസ് പറയുന്നത് പ്രകാരം 8 കിലോയോളം വരുന്ന സ്ഫോടക വസ്തു സിനഗോഗിൽ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ഒരു ഇഞ്ചുറി തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഇതിനർത്ഥം ഈ ഓപ്പറേഷൻ ഇസ്രയേലിനുള്ള ഒരു സൂചനയാണ് എന്നാണ്. നിങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ ശക്തമായി തന്നെ ഉണ്ടെന്ന ഒരു സൂചന. ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത് 1000-ലധികം ഫലസ്തീൻ അനുകൂലികളായ പോരാളികൾ ഇസ്രയേലിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്നും നിർണായക സ്ഥലങ്ങളിൽ അവർ എത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇറാനിൽ ആക്രമണം നടത്തിയ പോലെ ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തും ഏത് നിമിഷവും ചാവേർ ആക്രമണങ്ങൾ ഇനിയൊരു തുടർക്കഥയാകാവുന്നതും പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇറാനിൽ കടന്ന ഇസ്രയേൽ ചെയ്ത കാര്യം ഇസ്രയേലിൽ കടന്ന് ഇറാനും ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന്. ആൾക്കൂട്ടത്തെ കൊലപ്പെടുത്തുകയല്ല ലക്ഷ്യമെന്ന് ഈ ആക്രമണത്തിൻ്റെ ശൈലി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. തങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഇസ്രയേലിന് ഒരറിയിപ്പ് നൽകുക മാത്രമാണിത്. ഇതുവരെ ഹീറോ പരിവേഷമുണ്ടായിരുന്ന നെതന്യാഹുവിന് വീണ്ടും ഇരുക്കപ്പൊറുതിയില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക.
അതിന് ഹമാസിൻ്റെ ഈ ഓപ്പറേഷൻ കൊണ്ട് സാധിച്ചു എന്നാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാന കാര്യം, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്നതിനിടെ കൂടിയാണ് ഈ സ്ഫോടനം എന്നതും ഏറെ പ്രത്യേകത നിറഞ്ഞ കാര്യം കൂടിയാണ്. ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം തുടരുന്നിടത്തോളം ഇസ്രയേലിൽ ഈ ഗതിയായിരിക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഹമാസ് പ്രതിരോധ പ്രത്യാക്രമണ തന്ത്രം മാറ്റിയിട്ടുണ്ട് എന്നാണ്. ഇസ്രയേലികൾ പൊതുവെ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് അധിനിവേശം നടക്കുമ്പോൾ അവർ ബങ്കറുകളിൽ ഒളിക്കുന്നതും യുദ്ധമുഖത്തേക്ക് സൈന്യത്തിൽ ചേരാൻ പൗരന്മാർ വിസമ്മതിക്കുന്നതും മടി കാണിക്കുന്നതുമെല്ലാം. ഈ രീതിയിൽ ആക്രമണം വർദ്ധിച്ചാൽ ഇസ്രയേലിലെ ആഭ്യന്തര സുരക്ഷയെ അത് സാരമായി ബാധിക്കുകയും രാഷ്ട്രീയ പിരിമുറുക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇതിനോടകം 40,000-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ട ഗസക്കാർക്ക് ഒരു സമാധാന ചർച്ചയിലും പ്രതീക്ഷയും വിശ്വാസവുമില്ല. ഈ സാഹചര്യത്തിൽ അവർ തിരഞ്ഞെടുത്ത അടുത്ത യുദ്ധമുറയാണ് ഇത്. ഈ നിരീക്ഷണമാണ് ഇസ്രയേലി മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഫലസ്തീൻ കാര്യങ്ങളുടെ മുൻ തലവനായിരുന്ന മൈക്കൽ മിൽസ്റ്റെയിൻ പങ്കുവച്ചിരിക്കുന്നത്. ഗാസയിലെ യുദ്ധവും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കവും മൂലം മാസങ്ങൾക്കുള്ളിൽ വെസ്റ്റ് ബാങ്കിലെ ഭീകരതയുടെ തോതിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും ഇതുവഴി പുതിയ യുദ്ധ പരീക്ഷണം ഹമാസും ഹിസ്ബുള്ളയും നടത്തിയേക്കുമെന്നുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതിനെ ഭീകരത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും മോശം വർഷങ്ങളായിരിക്കും ഇസ്രയേലിനെ കാത്തിരിക്കുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അതേസമയം തന്നെ മറ്റൊരു സംഭവം കൂടി ഗാസയിൽ ഇസ്രയേൽ സൈന്യം നേരിട്ടിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ തന്നെ കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. ഇസ്രയേലിൻ്റെ തന്നെ മിസൈൽ ആക്രമണത്തിൽ പാരാ ട്രൂപ്സ് ബ്രിഗേഡിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ടീം കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ ഷഹൻ ബെൻ നെഡ് എന്ന സൈനികനാണ് കൊല്ലപ്പെടുന്നത്. 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ വ്യോമസേനയുടെ F-15 യുദ്ധവിമാനങ്ങൾ ഖാൻ യൂനിസ് ഏരിയയിലെ 2 കെട്ടിടങ്ങൾക്ക് നേരെ മിസൈൽ അയക്കുന്നു. മിസൈലുകളിൽ 1 ലക്ഷ്യത്തിലെത്തി. എന്നാൽ രണ്ടാമത്തെ മിസൈൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ശരിയായി നീങ്ങാതെ പാരാട്രൂപ്പർമാർ നിലയുറപ്പിച്ച ഒരു ബഹുനില കെട്ടിടത്തിൽ ഇടിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ അപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിലാണ് മിസൈൽ പതിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലെ സൈനികർക്ക് പരിക്കേൽക്കുകയും ഈ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിനിപ്പോൾ തിരിച്ചടികളുടെ കാലം കൂടിയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.